എടാ ആശ്രയ എനിക്ക് അർജന്റ് ഒരു കുർത്ത വേണം, ഒരു കുർത്ത. ഞാന്ന് നമ്മളോട് പറഞ്ഞത് 3 മണിക്കൂർ കൂടി ഞാൻ അടിച്ചു കൊടുക്കുന്നല്ലോ. നാളെ പെരുന്നാളാണ്. അപ്പൊ ഓൾറെഡി പെരുന്നാൾ കൂടി എടുത്തിന്. അപ്പൊ ഒരു വൈറ്റ് കുർത്ത ഉണ്ടോന്നൊരു ആഗ്രഹം. ഓക്കെ, സമയം ഇത് 6:15 ഏകദേശം സമയം. നാളെ പെരുന്നാൾ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? എനിക്ക് ഒരു 9 മണിക്ക് അടിച്ചൊന്നും പ്രശ്നമില്ല, നമുക്ക് അടിക്കാല്ലേ? ഓക്കെ, നമുക്ക് തുണി നോക്കാം. വൈറ്റ് വൈറ്റാ? വൈറ്റ് ഇത് പ്ലെയിൻ വൈറ്റ് വരും. ഓഫ് വൈറ്റ് ടൈപ്പ് വരുന്നു. ഓഫ് വൈറ്റാ? ഓഫ് വൈറ്റ് വേണ്ട. അതൊക്കെ നമുക്ക് കുറച്ച് പ്രീമിയം ടൈപ്പ് ക്ലോത്ത് നോക്കിയാലോ? കുറച്ച് പ്രീമിയം ടൈപ്പ് വരുന്ന. അതെയാ? നല്ലൊരു ഇതിന്റെ വൈറ്റും ഉണ്ട്, ഓഫ് വൈറ്റും ഉണ്ട്. കിട്ടൂലേ? 9 മണിക്ക് കിട്ടൂലേ? എന്താ കിട്ടാണ്ട്? അല്ല, ഇതുപോലത്തെ നിങ്ങൾ കല്യാണത്തിന്റെ ഒരു ഷൂട്ടും അതെല്ലാം കൊടുക്കുക 3 മണിക്കൂറോട്? 3 മണിക്കൂർ. അതെയാ? മിനിമം 3 മണിക്കൂർ, 4 മണിക്കൂർ. അതെയാ? അർജന്റ് കേസ്? അർജന്റ് കേസ് എല്ലാം ചെയ്യും. അതെയാ? ഇവിടെ 19. എടാ ആശ്ര, ഞാൻ പറഞ്ഞ സാധനം റെഡിയാ? റെഡി ആയിട്ടുണ്ടല്ലോ. കറക്റ്റ് ടൈമിംഗ് ആണ്. ഞാൻ നിങ്ങൾ വീഡിയോ പറയൽ മാത്രമേ ഉള്ളൂ. സമയത്ത് നമ്മൾ 8-9 മണിയല്ല പറഞ്ഞേ? 8:50 നമ്മൾ റെഡി. നിങ്ങൾക്ക് കല്യാണ ചെക്കന് വേണ്ടുന്ന പ്രീമിയം ക്വാളിറ്റി ഡ്രസ്സുകൾ, അതുപോലെ ഡ്രസ് കോഡുകൾ അർജന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വെറും 3 മണിക്കൂർ കൊണ്ട് ഇതുപോലെ അടിച്ചു. ഇനി രാവിലെ നേരെ പള്ളിയിലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും ഏകദേശം നിസ്കാരം തുടങ്ങാറായിട്ടുണ്ടായി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഹൈലൈറ്റ്, ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ കെട്ടിപ്പിടിച്ച് ഈദാശംസകൾ കൈമാറി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകൂ. അതും കഴിഞ്ഞ് നേരെ ഖബർസ്ഥാനിലേക്ക്. ഉപ്പയടക്കം നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവിടെ. അവർക്ക് വേണ്ടി ദുആയും ചെയ്ത് കുടുംബക്കാരെയും സുഹൃത്തുക്കളെയൊക്കെ വീട്ടിലേക്ക് കയറി ഇറങ്ങുമ്പോൾ തന്നെ സമയം ഉച്ചയാവും. പിന്നെ വീട്ടിലെത്തി പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണിയും കഴിച്ച് ഒറ്റ ഉറക്കാണ്. ഇതാണ് എന്റെ പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും എന്റെ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ.